കേരള രാഷ്ട്രീയത്തെ പലപ്പോഴും വിറപ്പിച്ചിട്ടുള്ള, കേരള രാഷ്ട്രീയത്തെ പലപ്പോഴും ഒരു പേരിൽ കെട്ടിയിട്ടുള്ള, കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴും ഉറ്റുനോക്കിയിട്ടുള്ള പേരാണ് കുമ്പക്കുടി സുധാകരൻ. ഒരു വൈകാരിക ബന്ധം, വൈകാരികതയല്ലത്, അത് ആവേശമാണ്. ആവേശം ഒരു വൈകാരികമായ ഫീലാണ്. അതുകൊണ്ട് നമുക്ക് വൈകാരികത എന്ന് വേണമെങ്കിൽ വിളിക്കാം. സുധാകരൻ എന്ന ബ്രാൻഡ് കണ്ണൂരിൽ ഇല്ലാതാകുന്ന ഒരു കാലത്ത് സുധാകരന് പകരം ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പം ഉമ്മൻചാണ്ടി എന്നതിന് പകരം ഉമ്മൻചാണ്ടിയുടെ പിന്തലമുറക്കാരായി വന്ന ചാണ്ടി ഉമ്മന്റെയോ PC വിശ്വനാഥിന്റെയോ ഷാഫി പറമ്പലിന്റെയോ ഒക്കെ പേര് പറയാമെങ്കിലും കെ സുധാകരന് ശേഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആര് എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം നൽകാൻ സാധിക്കില്ല. ഇതുവരെ ആയിട്ടില്ല. സുധാകരന് മുമ്പുമില്ല, സുധാകരന് ശേഷവുമില്ല. അങ്ങനെ ഒരു നേതാവാണ്. സ്വാഭാവികമായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിടത്തോളം MP-മാരെ സംഭാവന ചെയ്യാൻ സാധിച്ചെങ്കിലും അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് കടന്നു കയറാൻ രാഹുൽ ഗാന്ധിക്കും ടീമിനും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ VD സതീശനും സംഘവും മുന്നോട്ട് വെക്കുന്ന ടീം UDF 100 സീറ്റ്, അതാണല്ലോ. എങ്ങനെയാണ് ഈ 100 സീറ്റിലേക്ക് എത്താൻ സാധിക്കുക? ഒരു സുധാകരനെയോ ഒരു ഷാഫി പറമ്പിലിനെയോ അല്ലെങ്കിൽ ഒരു അടൂർ പ്രകാശിനെയോ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് 100 സീറ്റിലേക്ക് എത്താൻ സാധിക്കുക?